നടേശന് കാശിന് അത്യാവശ്യം വന്നപ്പോ എന്റെ കയ്യിൽ അത്രയും പണമില്ലാന്നറിഞ്ഞോണ്ട് നടേശൻ ആ പ്രമാണം സുന്ദരേശന് കൈമാറി. അങ്ങനെയാ ഇടപാട് ഞങ്ങൾ തമ്മിലായത്. ഇപ്പോ രേഖകൾ പ്രകാരം നിങ്ങൾ തമ്മിലെ ഇടപാട്. സുന്ദരേശൻ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതാ. പക്ഷെ സുന്ദരേശൻ ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ ധാർഷ്ട്യത്തോടെ പെരുമാറിയെന്നാണ് പരാതിയിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല സാർ. 4 ദിവസം കൊണ്ട് വീട് ഒഴിഞ്ഞു തരണമെന്ന് സുന്ദരേശൻ പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ പലിശ മുടക്കിയിട്ടില്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പലിശ മുടക്കോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സുന്ദരേശന് ഇപ്പൊ സ്വന്തം ആവശ്യത്തിന് ഈ വീട് ഉപയോഗിക്കേണ്ടി വന്ന നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളെ അത് സമ്മതിച്ചു ഒപ്പിട്ട് കൊടുത്ത മുദ്രപത്രം സുന്ദരേശന്റെ കയ്യിലുണ്ട്. ഞാൻ സുന്ദരേശന് ഒരു മുദ്രപത്രം ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഒപ്പിട്ട് കൊടുത്തത് നടേശനാണ്. നടേശൻ സാർ എല്ലാ രേഖകളും എനിക്ക് കൈമാറിയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഇത്രയും രേഖകളുടെ പിൻബലത്തിലാ സുന്ദരേശൻ നിങ്ങളോട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പോലീസിന് ഇവരുടെ കൂടെ നിൽക്കാനേ പറ്റൂ. നിങ്ങൾ സ്വയം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരില്ല. ഭാര്യയെയും കല്യാണപ്രായമായ മകളെയും കൊണ്ട് ഇദ്ദേഹം എങ്ങോട്ട് പോകാനാ? ഞാനല്ലേ പ്രശ്നം തുടങ്ങി വെച്ചത്. ഞാൻ തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. സുന്ദരേശ, നീയുമായി നടത്തിയ ഇടപാട് ഞാൻ ക്യാൻസൽ ചെയ്യുകയാ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഞാൻ തിരികെ തരാം. ഇവരുടെ പ്രമാണം നീ എനിക്ക് തിരിച്ചു തരണം. അതെ, ഈ രേഖകൾ ഞാനും വായിച്ചതാ. അങ്ങനൊരു വ്യവസ്ഥ അതിലില്ല. പുതിയ കരാറിൽ നിങ്ങളില്ല. സുന്ദരേശനും ഇദ്ദേഹം തമ്മിൽ ഇടപാട്. ഇതൊരു വലിയ ചതിയായിപ്പോയി. ഇങ്ങനൊരു ചതി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനിനി എങ്ങനെയാ നിങ്ങളെ